സ്പോട്ട് ലൈവ് തുടരുന്നു. സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ഡൽഹി സ്വദേശി പ്രിൻസാണ് പിടിയിലായത്. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 29 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പ് നടത്തി നേടുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്നതാണ് പ്രിൻസിന്റെ രീതി. ഇയാളുടെ അക്കൗണ്ടിലൂടെ 4.5 കോടി രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, കഴിഞ്ഞ ദിവസമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഈ സൈബർ തട്ടിപ്പിന്റെ പുതിയ രീതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഒരു യാക്കോബായ സഭയുടെ ഒരു മെത്രാപ്പൊലീത്തയുടെ പണം വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ CBI സംഘം എന്ന രീതിയിൽ CBI സംഘം ചമഞ്ഞ് പണം തട്ടിയെടുക്കുന്നു. പിന്നീട് സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ സമാനമായ രീതിയിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ കേസുകളൊക്കെ ആയി ഈ പിടിയിലായ ഡൽഹി സ്വദേശി പ്രിൻസിന് ബന്ധമുണ്ടോ, അതോ സംസ്ഥാനത്തെ മറ്റു പല കേസുകളുമായിട്ടുള്ള മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്? ഡാനി, ടോം, ഇതിൽ ബീഹാർ സ്വദേശിയായ പ്രിൻസ് പ്രകാശ് എന്നൊരാളാണ് പിടിയിലായിരിക്കുന്നത്. നിലവിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 29 ലക്ഷം രൂപ തട്ടിയ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് ഈ രീതിയിൽ നടത്തുന്ന കേസുകൾ, ഈ രീതിയിൽ വരുന്ന സംഭവങ്ങൾ, ഇത്തരം തട്ടിപ്പുകൾ, അത്തരം ശൃംഖലയുടെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പ്രിൻസ് പ്രകാശ് എന്നതാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മളിപ്പോൾ ടോം പറഞ്ഞതുപോലെയുള്ള പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തട്ടിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇയാൾ ഒരു നടത്തിപ്പ് രീതി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ അടുത്തിടെ വന്നിരിക്കുന്ന കൂടുതൽ തട്ടിപ്പുകൾ വെർച്വൽ വിചാരണ എന്ന പേരിലാണ് കാര്യങ്ങൾ വരുന്നത്. വെർച്വൽ അറസ്റ്റ് നടക്കുക, അതായത് ഒരാളെ വിളിച്ച് നിങ്ങൾ ഇന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ സംശയമുണ്ട്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ വെർച്വൽ കോർട്ടിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ നിങ്ങോട്ട് നീങ്ങാൻ പാടില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. അതിനുവേണ്ട ഡോക്യുമെൻറ്റുകൾ ഇവർ അയക്കുന്നു. ഒപ്പം തന്നെ CBI ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു, അവരാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിലാണ് ആളുകളെ ഭയപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പലരും തന്നെ വളരെ അഭ്യസ്തവിദ്യരായവർ പോലും ഈ രീതിയിൽ ഇത്തരം ചതിക്കുഴികൾ വീഴുന്നുണ്ട്, തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്, പണം നൽകുന്നുണ്ട്. അത്തരം സംഘങ്ങളുമായിട്ടാണ് ഈ പ്രിൻസ് പ്രകാശ് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഈ തട്ടിപ്പിലൂടെ നേടിയെടുക്കുന്ന പണം, ഈ സംഘത്തിന് കൈവരുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്ന ആ ചുമതലയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെയും വ്യാജ CBI ഉദ്യോഗസ്ഥർ, CBIയോ മറ്റേതെങ്കിലും ഏജൻസികളുടെയോ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥർ എന്ന് ധരിപ്പിക്കുന്നവർ, അവർക്ക് ചില അക്കൗണ്ടുകൾ കൈമാറുന്നു. അത്തരം അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകുന്നത് ഈ പ്രിൻസ് പ്രകാശ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ വഴിയാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് മുഖ്യ കണ്ണി എന്ന ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ മുഖ്യ കണ്ണി എന്നതിനെ നമുക്ക് പറയാം. ഇയാൾ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വൻതുകയാണ് കമ്മീഷൻ നൽകുന്നത്. ഒരു തട്ടിപ്പ് കേസ് അല്ലെങ്കിൽ ഒരാളുടെ ഇരയിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ ഇത്ര ശതമാനം എന്ന രീതിയിൽ ഇയാൾ കൈക്കലാക്കുന്നു. അങ്ങനെ ഇയാളുടെ പക്കലേക്ക് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്ന പണത്തിൻ്റെ കണക്കാണ് 4 കോടിയിലധികം രൂപ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്, ഇയാൾ വഴിയുള്ള സംഘങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഉത്തരേന്ത്യക്കാരാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെയെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. നേരത്തെ ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് 14ഓളം പേരെ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അറസ്റ്റായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഇയാളാണ് ഈ സംഘങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് ഇവരുടെ ഈ സംഘങ്ങളുടെ ഒരു മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ക്രോഡീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രിൻസ് പ്രകാശാണ് എന്ന വിവരം കിട്ടുന്നത്. ബീഹാർ സ്വദേശിയാണ് ഇയാൾ. പോലീസിനോട് പറഞ്ഞത് ഇയാൾ ഡോക്ടറാണെന്നാണ്. അത് എന്താണ് എന്നതിൻ്റെ വ്യക്തമല്ല. എന്തായാലും അതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഘത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതോടെ ഇവിടെ നടന്ന ഈ വെർച്വൽ വിചാരണ തട്ടിപ്പ് സംഘങ്ങളുടെ രീതി, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നതിനെക്കുറിച്ച് വിശദമായ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘമാണ് ഇയാളെ ഡൽഹിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിലും ഈ കേസ് സംബന്ധിച്ച വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയ വലിയൊരു സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ്
ബീഹാർ സ്വദേശി പ്രിൻസ് പ്രകാശിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റു പല കേസുകളുടെയും ചുരുളഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. മിഷേൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന പിതാവിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.